ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ചെറുപയർ വെച്ചുകൊണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, സ്നാക്കെന്നോ ബ്രേക്ക്ഫാസ്റ്റെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ലഞ്ചിലൊക്കെ കൊടുക്കാൻ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെറുപയർ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പം ഞാനിത് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കുതിർത്ത് വെക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഇപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ രാത്രി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വരും. ഇനിയിപ്പോൾ നമ്മളിതാ ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 3 പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി പോകണ്ട, പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കാനും. പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. കുറച്ച് ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പിന് 1/4 കപ്പ് ഗോതമ്പ് പൊടി, അങ്ങനെയാണ് കണക്ക്. പിന്നെ നമ്മളിത് ഒരു 1/4 കപ്പ് തന്നെ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും പ്രശ്നമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്നും കൂടി ഇത് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് തന്നെയാണ്. വെള്ളം ഈ ഒരു ടൈറ്റിലാണ് ഇറക്കേണ്ടത്, ലൂസായി പോകരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കി കൊടുക്കണം, കറക്റ്റാണോന്ന്, എരിവ് കറക്റ്റാണോന്ന് നോക്കി കൊടുക്കുക. ഓരോരുത്തരുടെ പാകത്തിലുള്ള എരിവ് ഉണ്ടാവുമല്ലോ. എരിവൊക്കെ വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ലൂസിലാണ് വേണ്ടത്, കൂടുതൽ ലൂസായി പോകരുത്. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് എന്താ പറയുക, ദോശക്കല്ലിൽ വിട്ട് വരില്ല. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്നിത് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ റവയൊക്കെ ചേർത്തതുകൊണ്ട് ഒന്നും കൂടി ഇത് ടൈറ്റ് ആകും. അപ്പോഴേക്കും നമുക്കൊന്ന് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ടാണ് 1/2 എടുത്തത്. ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ഞാൻ എടുത്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മളിത് ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/2 കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് 3 എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ക്യാരറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയമായി വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടർ വേണം. ബട്ടർ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ എടുത്തോളൂ. ഇല്ലെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലും പ്രശ്നമില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. കുറച്ച് മാവ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
തീ ചെറുതായിട്ട് വെച്ച് കൊടുക്കണേ. ഒരു പാൻ കേക്ക് പോലെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ചെറിയ തീ തന്നെ വെച്ച് കൊടുക്കണേ, നമുക്ക് ആ ഒരു ഭാഗം ആവണം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിത് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടില്ല, ആ ഒരു ഫില്ലിംഗ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കുട്ടികൾക്കൊക്കെ കൊടുക്കും കാണാനും കഴിക്കാനും ഇങ്ങനെ തന്നെയാണ് നല്ലത്. വലുതായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക ഫില്ലിങ്. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് എന്തായാലും ഇട്ട് കൊടുക്കണം, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എത്രത്തോളം വേണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഒറിഗാനോ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് ക്രഷ് ചെയ്തത് ചില്ലി ഫ്ലേക്സും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ചെറിയ തീയിൽ ആ ഒരു ചീസ് മെൽറ്റാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് ഏകദേശം ഇത് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ഞാൻ വലുതായിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ചെറുത് തന്നെയാണ് നല്ലത്. നമുക്ക് കഴിക്കാനോ ആ കയ്യിലൊക്കെ പിടിച്ച് കഴിക്കാനോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനോ ചെറുത് തന്നെയാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാ അല്ലാ. ഇതിപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറുപയറാണെന്ന് തോന്നുന്നേ ഇല്ല. ആ ഒരു ചെറുപയറിൻ്റെ ടേസ്റ്റോ അങ്ങനെയൊന്നും ഇതിലില്ല. നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ആക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും അതും പറയണം ഇൻഷാ അല്ലാ. നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും നാളെ വരാം. ഈ ഒരു സൈസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ കയ്യിൽ എടുത്തിട്ട് ഇത് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ സൈസിലാണ് ഇത് ഏറ്റവും നല്ലത്. വലുതാകുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടി വരും. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കയ്യിലേക്ക് എടുത്തിട്ട് അപ്പോൾ നമുക്കൊരു പിസ്സ ഒക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുപയറൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ.